ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നു, ഞാൻ വൈജയന്തിയുടെയും സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആളുടെയും മകളാണ് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി, ആരാ ആരാ പറഞ്ഞു ചേച്ചിയോട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അലീന പറയും, അച്ഛന് കഷ്ടപ്പെട്ട് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് എന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഓ, എനിക്ക് ഒരുപാട് സന്തോഷമോ അത്ഭുതമോ എന്തൊക്കെ തോന്നുന്നു. എന്നിട്ട് പറ ചേച്ചി ആദ്യമായിട്ടല്ലേ ചേച്ചിയുടെ പപ്പയെ കാണുന്നത്, അതേപോലെ തന്നെ ചേച്ചിയുടെ പപ്പ ആദ്യമായിട്ടല്ലേ മോളെ കാണുന്നത്, എന്നിട്ട് നിങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചോ, ചേച്ചി ഒരുപാട് കരഞ്ഞോ, വേഗം പറ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കും. അപ്പോൾ അലീന ഇങ്ങനെ ആദ്യം മുതൽ സ്റ്റാൻലി വീട്ടിൽ വന്ന മുതൽ സ്റ്റാൻലി ഇങ്ങനെ വീട്ടിൽ വന്നതും അലീനേനെ തന്നെ നോക്കി നിന്നതും ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയത് വരെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ രേവതിക്കുട്ടീനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതിക്കുട്ടി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുവാണ്. അപ്പോൾ അലീന പറയും, എന്നിട്ട് ചോദിക്കും, രേവതിക്കുട്ടി ചോദിക്കും, ചേച്ചി അപ്പോൾ അവിടെ ഈ ചേച്ചിയുടെ പപ്പയ്ക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് പേടിയാവുന്നു, ഇനി അവിടെ ഒരു കുടുംബകലഹം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഒരു രാത്രി ഇരുട്ട് വെളുത്ത് കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ മോളെ, ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നോ ഇതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അലീന പറയും കേട്ടോ. അത് കഴിഞ്ഞ് അലീന പറയും, എന്നാൽ ശരി മോളെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യാം. ഈ സമയത്ത് രേവതിക്കുട്ടി നല്ല സന്തോഷത്തിൽ മാമച്ചൻ്റെ എൽസമ്മയുടെയും അടുത്തേക്ക് ഓടി വരും. അപ്പോൾ അവരിങ്ങനെ സെറ്റിയിലിരിക്കും കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് പറയും, മാമച്ചനങ്കിളിനോടും എൽസമ്മ ആൻറ്റീനോടും ഞാൻ ഒരു കഥ പറയട്ടെ, ഒരു വലിയ കഥയാണ് എന്ന് പറയും. അപ്പോൾ മാമച്ചനങ്ങൾ പറയും, കുറേ നാളായ ഒരു കഥ കേട്ടിട്ട്, കഥാപ്രസംഗമാണോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഇത് കഥാപ്രസംഗമൊന്നുമല്ല, കഥാപ്രസംഗത്തിന് പാട്ട് വേണ്ടേ, പക്ഷേ ഈ കഥയിൽ പാട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മാമച്ചനങ്ങൾ പറയും, അധികം ഇത് പറയാതെ കഥ പറയാൻ നോക്കുന്നു പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഒരിടത്ത് കുളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ റിട്ടയർഡ് കേണലായിട്ടുള്ള ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നിങ്ങനെ കഥ പറഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ മാമച്ചനങ്ങൾ പറയും, ഓ, പട്ടാളക്കാരുടെ കഥയാണോ, എന്നാൽ വേഗം പറ എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതിക്കുട്ടി ബാക്കി പറയുവാണ്, അങ്ങനെ ആ സ്റ്റാൻലി ജോസഫിന് അവിടെ ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ഒരു മലയാളി പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, അങ്ങനെ അവർ പ്രണയത്തിലായി എന്നൊക്കെ ഇനി പറയുമ്പോൾ എൽസമ്മ പറയും, ആ പെൺകുട്ടിയുടെ പേരാണ് വൈജയന്തി എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ആൻറ്റിക്ക് നല്ല ബുദ്ധിയാലോ, ആൻറ്റി പറഞ്ഞത് കറക്റ്റ്, ആൻറ്റിക്ക് 10 മാർക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ബാക്കി കഥ കൂടി പറയാനായിട്ട് രേവതിക്കുട്ടി ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ അലീന വീണ്ടും വിളിക്കുക. അപ്പോൾ വേഗം തന്നെ രേവതിക്കുട്ടി പറയും, ദേ അലീന ചേച്ചി പിന്നെയും വിളിക്കുന്നു എന്നും പറഞ്ഞ് ഫോൺ എടുക്കുക. അപ്പോൾ അലീന പറയും, മോളെ, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഒരു കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയി, തൽക്കാലം ഞാൻ കുളത്തൂർ പുഴയിലാണെന്ന് പറയുമ്പോൾ ഈ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം നീ പറയരുത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കുറേ ആളുകളുണ്ട്, മറ്റേ കൊല്ലപ്പള്ളിയിലും പിന്നെ കടപ്പാട്ടൂരും ഒക്കെ ഉള്ള ചില ആളുകൾക്ക് ഈ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പറയണ്ട, ഏതെങ്കിലും ഒരു പ്ലാനറാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് നീ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, അല്ല ചേച്ചി, ഞാനിവിടെ അങ്കിളിനോടും ആൻറ്റീനോടും പറഞ്ഞു എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയും, അത് കുഴപ്പമില്ല, അങ്കിളിനും ആൻറ്റിക്കും എല്ലാം അറിയുന്നതല്ലേ, അതുകൊണ്ട് അവരോട് പറഞ്ഞു നിർത്ത്, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പുറത്തുള്ള ആൾക്കാരോട് ഇതങ്ങനെ തുറന്ന് ഈ പേര് പറയരുതെന്ന് പറയും. അപ്പോൾ ശരി ചേച്ചി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഞാൻ ഈ ആൻറ്റിക്ക് കൊടുക്കാം കേട്ടോ എന്ന് പറയും. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ, എൽസമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക രേവതിക്കുട്ടി. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, ഹായ് ആൻറ്റി, ആൻറ്റിക്ക് സുഖമാണോ, ഞാൻ പോകുന്ന വഴിക്ക് അതുവഴി പോകണം, എന്നിട്ട് അവളോടും നിങ്ങളോടൊക്കെ യാത്ര പറയണം എന്ന് വിചാരിച്ചതാണ്, പിന്നെ അച്ഛൻ സുഖമില്ലാത്ത ആളല്ലേ, അച്ഛൻ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ എൽസമ്മ പറയും, കുഴപ്പമില്ല മോളെ, നീ ഇപ്പോൾ വിളിച്ചല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ഞാനിപ്പോൾ കുളത്തൂർ പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആൻറ്റി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എൽസമ്മ ചോദിക്കും, ആരുടെ വീടാ മോളെ,
പരിചയമുള്ള ആളാണോ എന്നൊക്കെയാണ് ചോദിക്കുക. പറയും ആ ഞാനിപ്പോൾ ഉള്ളത് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് കേണലിൻ്റെ വീട്ടിലാണെന്ന് അലീന പറയും. അപ്പോൾ എൽസമ്മയ്ക്ക് ആകെ അത്ഭുതമാവട്ടെ. കാരണം നേരത്തെ രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പറയും സ്റ്റാൻലി ജോസഫോ, അത് നിൻ്റെ? അപ്പോൾ അലീന പറയാം അതെ എൻ്റെ പപ്പ എന്ന് പറയും. അപ്പോൾ പറയും എങ്ങനെ മോളെ എങ്ങനെ എത്തി എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും എൻ്റെ അച്ഛൻ ഒരുപാട് അലഞ്ഞ് കണ്ടുപിടിച്ചതാ, എന്നിട്ട് എന്നെ എൻ്റെ പപ്പയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയും അങ്കിൾ അവിടെ ഉണ്ടോ, അങ്കിളിനൊന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ എൽസമ്മ എൻ്റെ ഫോൺ അങ്കിളിന് കൊടുക്കും. അപ്പോൾ മാമച്ചൻ ചോദിക്കും എന്താ മോളെ. അപ്പോൾ അലീന പറയും സോറി കേട്ടോ, പോകാൻ നേരത്തൊന്നും പറയാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ മാമച്ചൻ പറയും അത് കുഴപ്പമൊന്നുമില്ല മോളെ, നിൻ്റെ സാഹചര്യം ഞങ്ങൾക്കറിയാമല്ലോ, നീ ഇപ്പോൾ വിളിച്ചല്ലോ അത് മതി. അപ്പോൾ അലീന ചോദിക്കും അങ്കിള് പണ്ട് പട്ടാളത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മാമച്ചൻ ഇങ്ങോ കേട്ട പോലെ കേട്ടോ. അപ്പോൾ മാമച്ചൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട് മോളെ എന്നിങ്ങനെ പറയും. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ, അപ്പോൾ ഇങ്ങനെ അറിഞ്ഞല്ലോ എൻ്റെ പപ്പയാ എന്നൊക്കെ ഇങ്ങനെയൊക്കെ മാമച്ചനോട് പറയാം. അങ്ങനെ ഇവർ കുറച്ച് നേരം സംസാരിച്ചിട്ട് അലീന ഫോൺ വയ്ക്കുക. അപ്പോൾ ഈ മാമച്ചനങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ സ്റ്റാൻലി ജോസഫ്. കാരണം അറിയാലോ ഇവർ തമ്മിലൊരു ഷെറിൻ്റെ സഹോദരനാന്ന് മുമ്പ് പരിചയമുണ്ടല്ലോ. പക്ഷെ എന്നാലും അത് വിട്ടുപോയേക്കോ മാമച്ചനങ്ങൾ പറയും എടി എൽസമ്മേ, നിനക്ക് ഈ പേര് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൽസമ്മ പറയും എനിക്ക് ഈ ലോകത്ത് ആകെ ഒരു പട്ടാളക്കാരനെ അറിയുള്ളൂ, അത് മാമച്ചനാ എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ ഇന്ന് ചിരിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന സ്റ്റാൻലിയുടെ നായകളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അലീന കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളായിട്ടല്ലേ എൻ്റെ കൂട്ടം, എന്നെ സഹിച്ചേ പറ്റൂ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും. അപ്പോൾ നിങ്ങളായിട്ട് ഉള്ള സെൽഫി എനിക്ക് ഇത്ര പേർക്ക് അയച്ചു കൊടുക്കാനുള്ളതെന്ന് അറിയാമോ, നമുക്ക് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ നായകളുമായിട്ട് സെൽഫി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ദൂരെ നിന്ന് ബൈജും നമ്മുടെ പൗലോസേട്ടനും കൂടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബൈജു പറയും എന്താ അത്ഭുതമല്ലേ, ഇവറ്റകൾ ഇത്ര പെട്ടെന്ന് ആ പെങ്കൊച്ച് വന്നേ പിന്നെ അവരതിൻ്റെ കൂടെ നിന്ന് മാറിയിട്ടില്ല, പുറത്തുനിന്ന് വന്നവരെയൊക്കെ കടിച്ചു കയറാൻ നിൽക്കുന്നവന്മാരാ, എന്നിട്ടിപ്പോൾ ആ പെങ്കൊച്ചിനോട് യാതൊരു പരിചയക്കുറവില്ലാതെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പൗലോസേട്ടൻ പറയും അതെ അന്നാ ഈ വീട് ഷൂട്ടിങ്ങിന് തരുമെന്ന് ചോദിക്കാൻ വേണ്ടി ആ സിനിമാക്കാർ വന്നപ്പോൾ ഓടിച്ചിട്ട് കടിച്ച് പറിച്ച് ജനങ്ങളാ, എന്നിട്ട് അവന്മാരിപ്പോൾ മണഗുണാഞ്ചനം പോലെ ആ പെണ്ണിൻ്റെ പുറകെ പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ബൈജു പറയും എൻ്റെ പൊന്നേ ഒന്നും പറയല്ലേ, ഞാനിവിടെ ആദ്യമായിട്ട് ജോലിക്ക് വന്നപ്പോൾ എന്നെ ഓടിച്ചിട്ടിട്ട് ഞാൻ മരത്തുമ്പോൾ കയറിയത് ഓർക്കുക, എന്നിട്ട് പിന്നെ കേണൽ സാബ് വന്ന് പറഞ്ഞിട്ട് അവന്മാരെന്നെ വിട്ടത്, അങ്ങനെയുള്ളവന്മാരാ ഇപ്പോൾ, എനിക്കും ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നണേ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുക്കർ അടിക്കുന്ന ശബ്ദം കേട്ട് പൗലോസേട്ടൻ പറയും അയ്യോ എത്ര വിസിലടിച്ചു എന്ന് ഞാൻ മറന്നുപോയി, ഓടിപ്പോയി നിർത്തട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോകും. അപ്പോൾ ബൈജു പറയും അപ്പോൾ ഇന്നും കഞ്ഞി തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, വീട്ടിൽ കണക്കൂട്ടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ അലീന അയച്ച ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവരെ അടുക്ക്. എന്നിട്ട് വൈജയന്തി വേഗം തന്നെ ആളാവാൻ വേണ്ടി വേഗം തന്നെ ഓടി വന്നിട്ട് ബബിതേനോടും കൃഷ്ണമോളോടും പറയും എന്താടി നിനക്കൊന്നും പഠിക്കാൻ നേരില്ലേ, ഏത് നേരം നോക്കിയാലും ഫോണിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയും ഞങ്ങളെ സ്റ്റഡി ടൈം ആയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റഡി ടൈം ആവും, അപ്പോൾ ഞങ്ങൾ പോയി പഠിച്ചോളാം എന്ന് പറയും. അപ്പോൾ അത് വൈജയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. വൈജ വേദന പറയും പിന്നെ നിൻ്റെയൊക്കെ സൗകര്യത്തിനാണ് ഇവിടെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാം. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം കയറി. അപ്പോൾ ബബിത പറയും പിന്നെ ആരുടെ സൗകര്യത്തിനാണ്, അമ്മയുടെ സൗകര്യത്തിനാണോ ഞങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ അമ്മ എവിടെയായിരുന്നു ഇത്രയും നാൾ, അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയും എല്ലാം അമ്മ ഒരു 10 മിനിറ്റ് പഠിക്കും, അതാ ബബിതേച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചോളാം എന്നാണ് ബബിതേച്ച് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയും നിൻ്റെയൊക്കെ ഇഷ്ടത്തിനാണെങ്കിലേ ഞാൻ ശരിയാക്കി തരാം നിന്നെയൊക്കെ, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് വൈജ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പുറം പോയി തന്നെ ഇരിക്കുക. അപ്പോൾ ബബിതയുടെ അടുത്ത് കൃഷ്ണമോൾ പയ്യെ വന്നിട്ട് പറയും എൻ്റെ പൊന്നു ബബിതേച്ചിനോട് ഞാൻ ഇത്ര തവണ പറഞ്ഞു അമ്മയായിട്ടൊരു വഴക്കിന് പോവല്ലേ എന്ന് പറയും. അപ്പോൾ ബബിത പറയും ഞാൻ കാര്യമുള്ള കാര്യമാണെങ്കിൽ പറയും, പിന്നെ നീ പറയുന്ന പോലെ തന്നെയല്ലേ ഞാനും പറയുന്നുള്ളൂ, പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം എന്തിനാ കിടന്ന് തുള്ളുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയും ബബിതേച്ചിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ ബബിത പറയും എന്താ എന്ന് ചോദിക്കും. പറയും അതേ അമ്മയുടെ മാനസപുത്രി അല്ലായിരുന്നു, ഏതിനും കൂടെ നടക്കുന്ന ഒരാളല്ലായിരുന്നു, പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ അതും ബബിതേച്ച് നന്നായത് അമ്മയ്ക്ക്
എനിക്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ ബബിത പറയും അതെ എന്നെ ഒരുപാട് അങ്ങോട്ട് പഠിപ്പിക്കല്ലേ, ഞാൻ അന്നും ഇന്നൊക്കെ ഈ സ്വഭാവം തന്നെയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇതാക്കുക. അപ്പോൾ ബബിത പറയും പോട്ടെ നമുക്ക് വാ ഫോട്ടോ കാണാം എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് അവർ ഫോട്ടോ കാണാം കേട്ടോ. അപ്പോഴും വൈജയന്തി ഇങ്ങനെ ദൂരെ മാറി നിന്ന് ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബാലൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമോ. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ബാലനിങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് വൈജയന്തിനെ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദന ബാലൻ വന്ന് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കും. അപ്പോൾ ചോദിക്കും എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും അതെ അച്ഛാ നമ്മുടെ അലീനച്ചി അയച്ചെന്ന ഫോട്ടോസാ എന്ന് പറയും. അപ്പോൾ ബാലനിങ്ങനെ വൈജയനെ നോക്കും. എന്നിട്ട് പറയും വൈജയനെ ഒന്ന് കേൾപ്പിക്കാന്ന് എടുത്ത് പറയും ആണോ അലീന അയച്ചെന്ന ഫോട്ടോസാണോ, എന്നാലും ഇന്ന് കാണണമല്ലോ, കാണിച്ചേടി മോളെ എന്ന് പറയും. അങ്ങനെ ഫോട്ടോസൊക്കെ കണ്ട് ഇവരിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കണ്ടോ അച്ഛാ എത്ര നായ്ക്കളാ എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും ഇതിനെ ഞാനല്ലേ ആദ്യം പോയി കണ്ടത്, അന്ന് ഞാനും ഗോവർദ്ധനും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് എന്നെ കാത്തു നിന്നത്, ഇനി ഞാൻ കടിച്ച് പറിക്കുവാണെങ്കിൽ ഓടി വണ്ടി കയറി വാലടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അലീനയുടെ പേരെന്നെ കേൾക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ബാലൻ വേദന പറയും നമുക്കന്ന് അലീനേനെ വിളിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞ് അലീനേനെ വിളിക്കുക, ഒരു സ്പീക്കറിലിടുക. അപ്പോൾ ഇവർ ചുറ്റിനുണ്ട് കേട്ടോ. അപ്പോൾ അലീന എടുക്കുമ്പോൾ തന്നെ ചോദിക്കും എന്താ വെച്ചാൽ സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും ഞാനിവിടെ ഉണ്ടേ എന്ന് പറയും. അപ്പോൾ കൃഷ്ണയും പറയും ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അലീന പറയും എല്ലാവരും ഉണ്ടല്ലോ, എന്താണ് മക്കളെ നിങ്ങളുടെ സ്റ്റഡി ടൈം ആയില്ലേ, അതോ ഞാനവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാം മാറ്റിയോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും ഞങ്ങൾ പഠിക്കാൻ പോവാ ചേച്ചി എന്ന് പറയും. നന്നായി പഠിക്കണം ഉഴപ്പരുത് എന്നൊക്കെ പറയും. എന്നാൽ ശരി ഞങ്ങൾ പഠിക്കാൻ പോയേക്കാം, പഠിക്കാൻ പോവാം കേട്ടോ, പിന്നെ ഫ്രീ ആകുമ്പോൾ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഇവർ പോവാം. അപ്പോൾ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. കാരണം വൈജയന്തി പറഞ്ഞിട്ട് ഇവർ പോയില്ല, അലീന ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പോയേക്കുക. അപ്പോൾ ഇവരിങ്ങനെ റൂമിലേക്ക് പോകാൻ മുമ്പ് വൈജയന്തി ഇവരെ തടഞ്ഞു അവിടെ നിന്നേ രണ്ടുപേരും. എന്നിട്ട് പറയും നിനക്കൊന്നും നാണാവില്ലേ, നാണോ മാനോ ഇല്ലാത്തവർ, അച്ഛനെ പോലെ തന്നെ കണ്ണി കണ്ട് ഇവിടെ ഒന്നാമത് സ്വഭാവ ദൂഷ്യത്തിന് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് വേലക്കാരിയുടെ അടുത്ത് നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. നീ എന്താ ഫോണിൽ കൂടെ പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് വരണുണ്ടെന്നോ ഞങ്ങളെ കൊണ്ടുപോകണമെന്നോ അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നത് കേട്ടല്ലോ അപ്പോൾ നിനക്കൊന്നും നാണമില്ലേ വല്ലോടത്തും പോയൊക്കെ കിടന്ന് നിരങ്ങാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ബബിത ഇങ്ങനെ നല്ല മറുപടി കൊടുക്കാൻ വരുമ്പോൾ കൃഷ്ണമോള് പറയും വേണ്ട ബുദ്ധിച്ചി വാ നമുക്ക് പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോയി. അപ്പോൾ ബാലൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ്റെ അടുത്ത് ഇങ്ങനെ അലീന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബാലൻ ചോദിക്കും എന്താ അവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയുക ഒന്നുമില്ല അച്ഛാ ഞങ്ങൾ പഠിക്കാൻ പോവാമെന്ന് പറഞ്ഞാൽ അവർ ആ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ബാലൻ വന്നിട്ട് വൈജയന്തിനോട് പറയാം അതെ എന്നോട് വായിട്ടടിക്കുന്ന പോലെ ആ മക്കളോട് വായിട്ടടിക്കാൻ നിൽക്കണ്ട, നീതിയും ധർമ്മവും ബോധമൊക്കെ ഉള്ള നല്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന മക്കളാണ്, അവർ തിരിച്ചു പറഞ്ഞാലേ നീ തകർന്നു പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ബാലൻ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ മറുപടി പറയാൻ പോകുമ്പോൾ പറയും മറുപടി ഒന്നും വേണ്ട ഞാൻ ഫോണില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോയി. അപ്പോൾ അവിടെയും വൈജയ്ക്ക് ഒരു വോയിസ് ഇല്ല. അപ്പോൾ വേഗം തന്നെ ബാലചന്ദ്രൻ പാറാടി മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന ചോദിക്കും എന്താ വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ അവിടെ എന്ന് ചോദിക്കും. അപ്പുറം പിന്നെ എന്നാ കുഴപ്പം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ ഫോണുമായിട്ട് മുകളിലായിട്ട് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുട്ടിച്ചായൻ, അതായത് സ്റ്റാൻലിയുടെ അപ്പച്ചൻ സ്റ്റാൻലിനെ വിളിക്കുക. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും എന്താ ന്യൂസ് അവിടെ എത്തിയോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും എടാ ലാലിച്ച നീ എന്ത് ഭാവിച്ചിട്ടാ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ ഒരു വാക്ക് പറഞ്ഞോ അവിടെ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ മുമ്പ് കാര്യങ്ങളും എല്ലാം അപ്പച്ചനോട് പറഞ്ഞതാണല്ലോ എന്ന് പറയും. അപ്പോഴും എന്നാലും നീ ഇങ്ങനെ കൊണ്ടുവരാവോ, ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിക്കും. അപ്പോഴും എനിക്ക് ശരിയായി എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. എടാ എൻ്റെ പൊന്നു മോനെ ഇതിൻ്റെ പുറകെ ഇനി എന്തൊക്കെ ഭവിഷ്യത്ത് വരുമെന്ന് അറിയാമോ നിനക്ക്, നിൻ്റെ ഭാര്യ മക്കൾ അവരുടെ കുടുംബക്കാരോടൊക്കെ നീ സമാധാനം പറയണ്ടേ, അതുപോലെ നിൻ്റെ സഹോദരങ്ങൾ അവരുടെ മക്കൾ അവരോടൊക്കെ നീ പറയണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ ഇതൊന്നും ആലോചിക്കുന്നില്ല, അപ്പുറം ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോടാ എന്ന് ചോദിക്കും. അപ്പുറം എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ അവളെ സ്വീകരിച്ചത് എന്ന് സ്റ്റാൻലി പറയുക. അപ്പോൾ സ്റ്റാൻലി സ്വന്തം സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ അപ്പച്ചൻ പറയും എടാ നീ ഇത്ര മണ്ടനായി പോയല്ലോ, നീ വേറെ നീ ആ പെങ്കൊച്ച് അവിടെ വന്നത് വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. നീ നിൻ്റെ വേലക്കാരോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും അത് പറഞ്ഞു. അപ്പോൾ പറയും അവരൊക്കെ എന്നെ വിചാരിച്ചിട്ടുണ്ടാവൂടാ, അവരൊക്കെ ഇനി എന്തൊക്കെ കഥകൾ നാട്ടിൽ കൂടെ പാടി നടക്കുമെന്നാണ് നീ വിചാരിക്കുന്നേ എന്ന് അപ്പച്ചൻ ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി പറയും ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അവരതിലും കൂടുതൽ കഥകൾ ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ പറയും എൻ്റെ ലാലിച്ച നീ കാണിച്ചത് ആകെ മണ്ടത്തരായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ സ്റ്റാൻലിയുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ.
സ്റ്റാൻലി പറയുകയാണ്, ഇതിൻ്റെ പേരിൽ, ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്ത് കലാപം ഉണ്ടായാലും ഞാനതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, നീ അതിന് വെള്ളരിക്ക പട്ടണത്തിലൊന്നുമല്ലല്ലോ, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു, എല്ലാം നീ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാൻലിനെ അപ്പച്ചൻ ഇങ്ങനെ ഉപദേശിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നമ്മുടെ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന കാഴ്ചകൾ, നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് വന്നിട്ട് സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രനെ അന്ന് നീ പലതവണ അച്ഛനെന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ നീ എന്നെ ഇതുവരെയായിട്ടും പപ്പാന്ന് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന ഇങ്ങനെ സ്റ്റാൻലിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റാൻലി അന്ന് കിട്ടാത്ത ഷേക്ക് ഹാൻഡൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അച്ഛൻ മകൾ സ്നേഹത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അടുത്ത എപ്പിസോഡുകൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.